ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023-24 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന 9th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം: പൊറുക്കുന്നില്ല അച്ഛാ പൊറുക്കുന്നില്ലേ, നെഞ്ഞുണ്ടുരുമ്പൊര ചൂളയാവുന്നേ, മതിലേരിക്കന്നിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നതെന്ത്? എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? പിതാവിനോടുള്ള അമർഷം, ഭർത്താവിനോടുള്ള വിദ്വേഷം, യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിലുള്ള നിരാശ, ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം. ആൻസർ എന്താണ്? അതെ, ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ, അതായത് ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം. ആൻസർ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം. രണ്ടാമത്തെ ചോദ്യം: അവർ അയാളെ തന്നെ നോക്കി നിന്നു, തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. സാക്ഷി. അടിവരയിട്ട പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച ആശയം ഏത്? ചങ്ങലക്കിട്ടതിൻ്റെ പകയും ദേഷ്യവും, പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം, സഹായം ലഭിക്കുമെന്ന് വിശ്വാസം, ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്കിതിൽ നോക്കാം. ഏതാണ് ആൻസർ? അതെന്താണ്? പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷമാണല്ലേ, പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം. മൂന്നാമത്തെ ചോദ്യം: നിലം വിട്ട് നിന്റെ ഓഹരി കൊണ്ട് നീ നിന്റെ പാട്ടിന് പോവും. പാട്ടിന് പോവുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പാട്ട് പഠിക്കാൻ പോവും, സ്വന്തം കാര്യം നോക്കി പോവും, വിനോദയാത്ര പോവും, പരോപകാരത്തിൽ മുഴുകും. ആൻസർ ഏതാണ്? അതെ, സ്വന്തം കാര്യം നോക്കി പോവും എന്നുള്ളതല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ദെൻ ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ കുറച്ചു നിരത്തണം. ചതുരക്കുഴി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ചതുരത്തിൻ്റെ കുഴി, ചതുരമാവുന്ന കുഴി, ചതുരത്തിലുള്ള കുഴി, ചതുരത്താലുള്ള കുഴി. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? അതെ, ചതുരത്തിലുള്ള കുഴിയല്ലേ. ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ നിറച്ചു നിരത്തണം എന്ന് പറഞ്ഞാൽ ചതുരക്കുഴി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ന് പറയുന്നത് ചതുരത്തിലുള്ള കുഴി. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദച്ചേരുവ കണ്ടെത്തുക. ഒരേയൊരു. ദെൻ തിരുവോണം, തിരുവോണം. മരം പ്ലസ് ത്തിൽ, മരത്തിൽ. ഉണങ്ങി പൊടിഞ്ഞ, ഉണങ്ങിപ്പൊടിഞ്ഞ. ഇതിലേതാണ് ശരിയായത്? അതെ, ഒരേയൊരു എന്നുള്ളതാണല്ലേ. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഒരേയൊരു. ഓക്കെ, ദെൻ 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. പിള്ളേരുള്ള വീടുകളിൽ ദാരിദ്ര്യം കൂട്ടിനു വരും. പിന്നത്തെ കാര്യം കഠിനമാണ്. എരിപൊരു കൊള്ളുന്ന കൊച്ചുവയറുകൾ കടന്നലുകൾ പോലെ മൂളി നടക്കും. തേൻ വരിക്ക. അക്കാലത്തെ സാമൂഹിക ജീവിത അവസ്ഥയെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന സൂചനകൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ്? യെസ്, ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യം, അതുപോലെ തന്നെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്ന സമൂഹം. എന്തൊക്കെയാണ്? ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യം, അതുപോലെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്ന സമൂഹം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാർവർണ്ണൻ തന്നെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. ഈ വരികളിൽ തെളിയുന്ന കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതുക. എന്തൊക്കെ നമുക്ക് എഴുതാം? കാവ്യപരമായ 2 സവിശേഷതകൾ നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, ആവർത്തന ഭംഗിയല്ല, അതായത് ആദ്യാക്ഷരപ്രാസം, അതുപോലെ തന്നെ ദ്വിതീയ അക്ഷരപ്രാസം. ദെൻ അലങ്കാര ഭംഗി. അലങ്കാര ഭംഗി എന്താണ്? കാർവർണ്ണൻ്റെ കൺമുനയെ കാർബണ്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇവയൊക്കെ തന്നെയല്ലേ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തു, എന്നാൽ വാരണാസിയിൽ നിന്നും വന്ന ആ വെയിറ്റർ സ്നേഹത്തോടെ അത് നിരസിച്ചു. ഇത് അർത്ഥവ്യത്യാസം വരാതെ നമുക്ക് ഒറ്റവാക്യമാക്കി എങ്ങനെ എഴുതാം? അതെ, ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തെങ്കിലും വാരണാസിയിൽ നിന്നും വന്ന അദ്ദേഹം സ്നേഹത്തോടെ അത് നിരസിച്ചു. എങ്ങനെയാണ്? ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തെങ്കിലും വാരണാസിയിൽ നിന്നും വന്ന അദ്ദേഹം സ്നേഹത്തോടെ അത് നിരസിച്ചു. ഓക്കെ, ദെൻ 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 9ാമത്തെ ചോദ്യം എന്താണ്? അടവും തൊഴിലും പഠിപ്പിച്ചച്ഛൻ, പടനിലച്ചന്തം പഠിപ്പിച്ചച്ഛൻ, ആണായും പെണ്ണായും പോറ്റൻ്റെ അച്ഛൻ.
വിദ്യാഭ്യാസത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യബോധവും അഭിമാനബോധവും മതിലേരിക്കന്നിയുടെ വാക്കുകളിൽ തെളിയുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗവും പരിഗണിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. എന്തൊക്കെ പോയിന്റ്സ് ആണ് കൂട്ടുകാർ അതിൽ എഴുതിയിട്ടുള്ളത്? യെസ്, അച്ഛൻ നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഭ്യാസമുറയും വിദ്യാഭ്യാസവും ലഭിച്ചു. അതുപോലെ സ്വാതന്ത്ര്യബോധവും അഭിമാനബോധവും വളർത്തിയെടുത്തു. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ മതിലേരിക്കന്നിക്ക് സാധിച്ചു. ദെൻ 10ാമത്തെ ചോദ്യം, വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടാകും, അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അതും ഓർക്കുക. തേൻവരിക്ക. തേൻവരിക്കയുടെ ഈ മുന്നറിയിപ്പ് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? അതെ, തേൻവരിക്ക എന്ന കഥ നൽകുന്ന സന്ദേശം കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ നശിപ്പിക്കുമ്പോൾ എന്താണ്? പ്രകൃതിക്ക് നാശം സംഭവിക്കുന്നു. അതുപോലെ പ്രകൃതിയെ മറക്കുന്ന പുതുതലമുറയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ലേ? മരം വെട്ടിയാൽ വേരും മണ്ണും ഉണങ്ങും. അതുപോലെ മനുഷ്യൻ്റെ ആർത്തിയും ദുരാഗ്രഹവും എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഈ പോയിന്റ്സ് എല്ലാം കൂട്ടുകാർ പ്രതികരണക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിൽ നൈരാശ്യമെഴുന്നവന്നു മധ്യാഹ്നവും പ്രത്യഹമർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതു രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ ഉള്ളൂ. ലോകം മുഴുവൻ വേദനകളാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ലോകം തന്നെ തരുന്നു. ഹെലൻ കെല്ലർ. 2 എഴുത്തുകാരും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്? അതെ, നമുക്ക് എന്ത് എഴുതാം? ശുഭാപ്തി വിശ്വാസത്തോടെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന 2 എഴുത്തുകാരാണല്ലോ ഇത്. അതുപോലെ തന്നെ മനസ്സിൽ നൈരാശ്യമുള്ളവന് എവിടെയും നിരാശനായിരിക്കും. ശുഭം പ്രതീക്ഷിക്കുന്നവന് രാവ് പകൽ പോലെയായിരിക്കും. പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള ശക്തിയും ലോകത്തിലുണ്ട്. 2 കവികളും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം എന്താണ്? ഒന്ന് തന്നെയാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12. ആഴിനേർ വർണ്ണൻ്റെ ചേവടിത്താരിണ പൂഴിയിൽ കാണായി പോകുന്നേരം തേരിൽ നിന്ന നേരം പാരിലിറങ്ങിയിട്ടു പാരാതെ കുമ്പിട്ടു കൂപ്പി നിന്നാൻ. അമ്പാടിയിലെത്തിയ അക്രൂരൻ്റെ പ്രവൃത്തികൾ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ? മുകളിൽ നൽകിയ സന്ദർഭവും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അതെ, അക്രൂരനെ കൃഷ്ണനോടുള്ള ഭക്തിയുടെ പാരമ്യാവസ്ഥ, അതുപോലെ തന്നെ കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ പൂഴിയാൽ നോക്കി കൈകൂപ്പി നിൽക്കുന്നു. അക്രൂരൻ്റെ ഭക്തി പ്രകടിപ്പിക്കാൻ പര്യാപ്തമായ ആഖ്യാന ശൈലി, വരികളെല്ലാം വിശകലനം ചെയ്ത് എഴുതുകയും ചെയ്യണം. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം. ചോറും കറിയും വെച്ച് എല്ലാ രാത്രിയും ഞാൻ കാത്തിരിക്കും അമ്മ. മനുഷ്യവംശത്തിൻ്റെ ചുണ്ടിൽ വിളങ്ങുന്ന ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. ഖലീൽ ജിബ്രാൻ്റെ ഈ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച് ബഷീറിൻ്റെ അമ്മ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? യെസ്, ബഷീറിൻ്റെ അമ്മ എന്ന പാഠഭാഗത്തെ അമ്മയുടെ സവിശേഷതകൾ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സമാനതകളില്ലാത്ത മാതൃസ്നേഹം, സ്വന്തം ഭവനത്തിലിരുന്ന് സ്വാതന്ത്ര്യ സമരം പോരാട്ടം അനുഭവിച്ചവർ, മകൻ രാജ്യത്തിന് വേണ്ടി ചെയ്തത് തൻ്റേത് കൂടിയാണെന്ന് തിരിച്ചറിയുന്ന ഈ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണല്ലോ കൂട്ടുകാർ കഥാപാത്രത്തെ വിലയിരുത്തി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാ കാണാ കണ്ണുകൾ നിർജീവങ്ങൾ. മണ്ണിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവെന്നും കരൾക്കാമ്പിൽ കാളകൾ. കാളവണ്ടിക്കാരൻ്റെ ജീവിത ദൈന്യത ആവിഷ്കരിക്കുന്നതിന് കാവ്യഭാഗത്തെ പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് പരിശോധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെന്താണ്? കാവ്യസന്ദർഭം തിരിച്ചറിഞ്ഞെഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കാളവണ്ടിക്കാരൻ്റെ ജീവിത ദൈന്യം പ്രകടമാകുന്ന വരികൾ, അതുപോലെ മിഴിനീർ വറ്റിപ്പോയത് കാരണം നിർവികാരമായ കണ്ണുകൾ, മണ്ണിൻ്റെ പ്രഹരം സഹിച്ച് മാനസികമായി തകർന്നു പോയ ജീവിതം, ദൈന്യമായ ജീവിതത്തെ ആവിഷ്കരിക്കാൻ അനുയോജ്യമായ പ്രയോഗങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും. കുടിനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും. തേൻവരിക്ക. തന്നിരിക്കുന്ന സൂചനയും കഥയും വിശകലനം ചെയ്ത് തേൻവരിക്കയിലെ പരിസ്ഥിതി ദർശനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക.
ഉപന്യാസത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ആമുഖം, ശീർഷകം എന്നിവ നൽകിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ വിഷയത്തിന്റെ സമകാലിക പ്രസക്തി. തേൻവരിക്ക എന്ന കഥയിലെ പരിസ്ഥിതി ദർശനം വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ പ്രകൃതി നശിപ്പിച്ചതിലൂടെ സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളും നേരിട്ട ദുരന്തങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് എന്ത് എഴുതണം ഉപന്യാസത്തിൽ? കൂട്ടുകാരുടേതായ ഒരു നിരീക്ഷണവും എഴുതിയിട്ടുണ്ടാവണം. ദെൻ 16ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതിനായി 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ 15ാമത്തെ ചോദ്യം നോക്കാം. മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ചോദ്യം. അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതായി 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സും. എൻ്റെ മനസ്സിൻ്റെ ദാർഢ്യം തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണ്. വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ്. 2 ടാക്സിക്കാർ. കർത്താർ സിംഗിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം? തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കഠിനാധ്വാനവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണത്തിന് എന്തൊക്കെയാണ്? അഭിസംബോധന, ലക്ഷ്യം, പ്രസക്തി എന്നിവയെല്ലാം വേണമല്ലേ? അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ കഠിനാധ്വാനത്തിൻ്റെ മഹത്വം, അതുപോലെ കർത്താർ സിംഗിൻ്റെ അനുഭവ വിശകലനം, മഹത് വ്യക്തികളുടെ അനുഭവങ്ങൾ, മഹത് വ്യക്തികളുടെ ജീവിതം നൽകുന്ന സന്ദേശം, അതുപോലെ തന്നെ പാഠഭാഗം നൽകുന്ന സന്ദേശവും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം, പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാട് കൂടി എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, ദെൻ നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. തുമ്പപ്പൂ എന്നൊരു കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വൈലോപ്പിള്ളിയുടെ തുമ്പപ്പൂ എന്ന കവിതാഭാഗമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ആസ്വാദനം തയ്യാറാക്കാനാണല്ലേ. എന്ത് വേണം? ഉചിതമായൊരു ശീർഷകം നൽകിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കവിയെക്കുറിച്ച്, അതായത് വൈലോപ്പിള്ളിയെക്കുറിച്ച് എന്ത് ചെയ്യണം? ഒരു ലഘു വിവരണം വേണം. കവിതയുടെ ആശയം വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കാവ്യഭംഗി വിശകലനം ചെയ്യണം. സമാന കവിതകൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ്. ദെൻ ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതണം. അതുപോലെ തന്നെ കവിതയുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ചും എഴുതണം. ലാസ്റ്റ് എന്താണ്? ആസ്വാദനക്കുറിപ്പിൽ അഭിപ്രായം കൂടി എഴുതിയിട്ടുണ്ടാവണം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കൂട്ടുകാരെ എഴുതിയിട്ടുള്ളത്? ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.